സഭാ സംവിധാനം. മാർ തോമാസ് ലിഹായുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ തലിയ കുര്യാക്കോസിൻ്റെയും നാമധേയങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ 3 പള്ളികൾ നമുക്കുണ്ടായിരുന്നു. കാലക്രമേണ കടുതുരുത്തി, ഉദയംപേരൂർ, കോട്ടയം, ചുങ്കം, കല്ലിശ്ശേരി തുടങ്ങിയ ഇടങ്ങളിലും നാം സ്വന്തമായി പള്ളികൾ വെച്ചു. തെക്കും ഭാഗർക്കും വടക്കും ഭാഗർക്കും തനതായ ഇടവകകളും അവയ്ക്ക് താന്താങ്ങളുടെ സമുദായത്തിൽ നിന്നുമുള്ള വികാരിമാരും സ്വന്തമായ ഇടവക പൊതുയോഗവുമാണ് ഉണ്ടായിരുന്നത്. കൽദായ മെത്രാന്റെ അജപാലനത്തിന് കീഴിൽ ആർച്ച് ഡീക്കൺ സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളിൽ നേതൃത്വം നൽകിയിരുന്നപ്പോഴും സാമുദായികവും സഭാപരവുമായി ക്നാനായക്കാർ ഉൾഭരണ സ്വാതന്ത്ര്യത്തോടുകൂടിയാണ് നിലനിന്നിരുന്നത്. കേരളത്തിൽ യൂറോപ്യൻ കോളനി വാഴ്ചയുടെ നാളുകളിൽ ലത്തീൻ മിഷണറിമാരോട് സഹകരിച്ചാണ് നാം ജീവിച്ചിരുന്നത്. ഉദയംപേരൂർ സുനഹദോസിനെ തുടർന്ന് 1700 മുതൽ ലത്തീൻ ഭരണ സംവിധാനത്തിലുള്ള മെത്രാന്മാരുടെ അജപാലനമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. 1653 കൂനൻ കുരിശ് സത്യത്തിന്റെ തുടർച്ചയായി കേരള സുറിയാനി സഭയിലെ ഒരു വിഭാഗം യാക്കോബായ സഭയുടെ ഭാഗമായി. ക്നാനായ തനിമയും ഉൾഭരണ സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ക്നാനായക്കാരിൽ ഒരു വിഭാഗം യാക്കോബായ സഭയുടെ ഭാഗമായി നിലകൊള്ളുന്നു. ലത്തീൻകാരിൽ നിന്നും വേർപെടുത്തി സുറിയാനി സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ചിന്ത ശക്തമായ അവസരത്തിൽ 1885 തന്നെ തെക്കും ഭാഗർക്കും വടക്കും ഭാഗർക്കും തനതായ രൂപതകൾ നൽകണമോ എന്ന കാര്യം പരിശുദ്ധ സിംഹാസനം പരിഗണിച്ചെങ്കിലും കോട്ടയം, തൃശൂർ എന്നീ 2 അപ്പസ്തോലിക് വികാരിയാത്തുകൾ ഭൂമിശാസ്ത്രപരമായി വേർതിരിച്ചാണ് 1887 സൃഷ്ടിക്കപ്പെട്ടത്. കോട്ടയം അപ്പസ്തോലിക് വികാരിയാത്തിലാണ് ക്നാനായക്കാർ എല്ലാവരും ഉൾപ്പെട്ടിരുന്നത്. കോട്ടയം വികാരിയാത്ത് മെത്രാൻ അഭിവന്ദ്യ ചാൾസ് ലവീഞ്ഞ് പിതാവിന്റെ ആധ്യാത്മിക അധികാരത്തിന് കീഴിൽ തന്നെ തനതായ ഇടവക പള്ളികളുള്ള തെക്കുംഭാഗർക്ക് വടക്കുംഭാഗരിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായ ഭരണ സംവിധാനം നമുക്ക് നൽകണമെന്ന് നാം ആവശ്യപ്പെട്ടു. നമ്മുടെ ന്യായമായ ഈ ആവശ്യവും അവകാശവും അഭിവന്ദ്യ ലവീഞ്ഞു മെത്രാൻ പരിശുദ്ധ സിംഹാസനത്തിന് ശുപാർശ ചെയ്തു. ഇക്കാര്യം വിശദമായും സൂക്ഷ്മമായും പഠിച്ച പരിശുദ്ധ സിംഹാസനം ഒരു വികാരി ജനറാളും 2 ആലോചനക്കാരുമടങ്ങുന്ന സ്വന്തവും പ്രത്യേകവുമായ ഭരണ സംവിധാനം 1889 നമുക്ക് അനുവദിച്ചു തന്നു. ഈ അനുവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തെക്കും ഭാഗർക്കും വടക്കും ഭാഗർക്കുമായി പൊന്തിഫിക്കൽ പദവിയോടുകൂടി 2 വികാരി ജനറാൾമാരെയും തനതായ ആലോചനാ സംഘാംഗങ്ങളെയും ലവീഞ്ഞു പിതാവ് നിയമിച്ചു. ഫാദർ ഇമ്മാനുവേൽ നിധീരിയെ വടക്കും ഭാഗരുടെയും ഫാദർ മത്തായി മാക്കേലിനെ തെക്കും ഭാഗരുടെയും ചുമതലയുള്ള വികാരി ജനറാൾമാരായി നിയമിച്ചു. ഇരുവരും താന്താങ്ങളുടെ ജനതയുടെ ഭരണം നിർവഹിച്ചു. കേരളത്തിലെ സുറിയാനി സഭയ്ക്ക് നാട്ടുമെത്രാന്മാരെ നൽകുവാൻ പരിശുദ്ധ സിംഹാസനം തീരുമാനിച്ചു. നിലവിലുള്ള 2 അപ്പസ്തോലിക് വികാരിയാത്തുകളെ ചങ്ങനാശ്ശേരി, തൃശൂർ, എറണാകുളം എന്നിങ്ങനെ 3ആയി പുനർവിഭജിച്ചും മാർ മാത്യു മാക്കിൽ, മാർ ജോൺ മേനാച്ചേരിൽ, മാർ ലൂയിസ് പഴയപറമ്പിൽ എന്നീ നാട്ടുമെത്രാന്മാരെ യഥാക്രമം ഈ വികാരിയാത്തുകളുടെ അജപാലകരായി നിയമിച്ചുമാണ് പരിശുദ്ധ സിംഹാസനം ഈ തീരുമാനം 1896 നടപ്പിലാക്കിയത്. ഭൂമിശാസ്ത്രപരമായ ഈ വിഭജനത്തോടെ തെക്കുംഭാഗക്കാരുടെ ഇടവകകളായ ചുങ്കം, കരിങ്കുന്നം, ബ്രഹ്മമംഗലം, വാരപ്പെട്ടി എന്നിവ എറണാകുളം വികാരിയാത്തിലും മറ്റെല്ലാ തെക്കുംഭാഗ ഇടവകകളും ചങ്ങനാശ്ശേരി വികാരിയാത്തിലുമായി വിഭജിക്കപ്പെട്ടുപോയി. തെക്കുംഭാഗർക്കു മാത്രമായ കോട്ടയം വികാരിയാത്ത് വ്യതിരിക്ത ജനതയായ തങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിലൂന്നിയ ആധ്യാത്മികവും സഭാപരവുമായ വളർച്ചയ്ക്കായി തനതായ രൂപത വേണമെന്ന ആവശ്യം തെക്കുംഭാഗർ 1885 മുതൽ തന്നെ പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കുകയും പരിശുദ്ധ സിംഹാസനം ഗൗരവമായി ഇക്കാര്യം പരിഗണിക്കുകയും ചെയ്തിരുന്നു. വ്യത്യസ്ത വംശാവലിയിൽ നിന്ന് ജനിച്ചവരും വ്യതിരിക്ത തനിമ പുലർത്തുന്നവരുമായ 2 ജനതകൾ ഒരുമിച്ച് ഒരു വികാരിയാത്തിൽ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായ അസ്വസ്ഥത പരിഹരിക്കുന്നതിനും തെക്കുംഭാഗർ എല്ലാവരും ഒരു തെക്കുംഭാഗ മെത്രാന്റെ കീഴിൽ ഒരുമിച്ച് ആയിരിക്കുന്നതിനും സുറിയാനി മെത്രാന്മാർ 3 പേരും ഒപ്പിട്ട ഒരു സംയുക്ത അപേക്ഷ 1911 പരിശുദ്ധ സിംഹാസനത്തിന് സമർപ്പിച്ചു. കൂടാതെ പരിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പായെ മാക്കീൽ പിതാവും മേനാച്ചേരി പിതാവും സന്ദർശിച്ച് കാര്യങ്ങളുടെ ഗൗരവം ബോധിപ്പിച്ചു. മെത്രാന്മാരുടെ സംയുക്ത അപേക്ഷയുടെയും പരിശുദ്ധ സിംഹാസനത്തിൽ സമർപ്പിച്ചിരുന്ന നിരവധി രേഖകളുടെയും വെളിച്ചത്തിൽ പരിശുദ്ധ സിംഹാസനം വസ്തുതകൾ സൂക്ഷ്മമായി പഠിച്ച് അനുകൂലമായ ശുപാർശ നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 1911 ഓഗസ്റ്റ് 29-ാം തീയതി ഇൻ യൂണിവേഴ്സി ക്രിസ്ത്യാനി എന്ന ബൂളയിലൂടെ പരിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ തെക്കുംഭാഗർക്കു മാത്രമായി കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചു തന്നത്. എറണാകുളം, ചങ്ങനാശ്ശേരി വികാരിയാത്തുകളിൽ മാത്രമാണ് തെക്കുംഭാഗർ ഉണ്ടായിരുന്നത് എന്നതിനാൽ ഈ വികാരിയാത്തുകളിലെ നമ്മുടെ ഇടവകകളെ വേർതിരിച്ച്
തെക്കുംഭാഗർക്കു മാത്രമായാണ് കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചത്. തെക്കുംഭാഗക്കാരുടെ മേൽ വ്യക്തിഗത അധികാരം നൽകിയാണ് മാർ മത്തായി മാക്കീലിനെ കോട്ടയം വികാരിയാത്തിന്റെ മെത്രാനായി നിയമിച്ചതും.